നമസ്കാരം. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ക്ലാസുകളുടെ ലയനം സംബന്ധിച്ച് നിരവധി ചർച്ചകൾ നടക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പഠിച്ച ഖാദർ കമ്മീഷൻ ആദ്യ റിപ്പോർട്ട് സർക്കാരിലേക്ക് സമർപ്പിച്ചു കഴിഞ്ഞു. അനുബന്ധ റിപ്പോർട്ടുകൾ വരും നാളുകളിൽ സർക്കാരിലേക്ക് സമർപ്പിക്കുമെന്നാണ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുള്ളത്. ലയനത്തിനെതിരെ ഒരു വിഭാഗം അധ്യാപക സംഘടനകൾ ഇതിനകം തന്നെ രംഗത്തു വന്നു കഴിഞ്ഞു. അനുകൂലമായി മറ്റൊരു കൂട്ടരും നിൽക്കുന്നു. യഥാർത്ഥത്തിൽ ലയനം കൊണ്ട് അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും എന്തെങ്കിലും ഗുണമുണ്ടോ, അതോ എന്തെങ്കിലും ദോഷമുണ്ടോ? ഈ വിഷയമാണ് ജെസി ടോക്സിൽ ഇന്ന് സംസാരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മോട് പ്രതികരിക്കുന്നത് മലപ്പുറം വള്ളിക്കുന്നിലെ MVHSS സ്കൂളിലെ അധ്യാപകനായ CS പ്രൊഫസറാണ്. ഇപ്പോൾ നമുക്കൊപ്പം MVHSS അരിയല്ലൂരിലെ കൊമേഴ്സ് സീനിയർ അധ്യാപകനായ PS പ്രോഫി ചേരുന്നുണ്ട്. സ്വാഗതം സർ. വളരെ അധികം ചർച്ചകൾ നടക്കുന്നുണ്ട് ഈ +2, അതായത് സ്കൂൾ +2 ലയനം സംബന്ധിച്ച്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം താങ്കളിൽ നിന്നും അറിയാനുള്ളത് ഇത് കുട്ടികൾക്ക് ഗുണകരമാണോ എന്നുള്ളതാണ്. പലതരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ വരുന്നു. അതായത് ഹൈസ്കൂൾ ക്ലാസുകളും ഹയർ സെക്കൻഡറി ക്ലാസുകളും ലയിപ്പിക്കുകയാണെങ്കിൽ ഒരു തരത്തിൽ കുട്ടികൾക്ക് ഗുണമാണ്, എന്നാൽ മറ്റൊരു തരത്തിൽ ദോഷമാണ് എന്നുള്ള ചർച്ചകളും വരുന്നു. എങ്ങനെയാണ്, എന്തൊക്കെ ഗുണങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാകും, ഒപ്പം അധ്യാപകർക്കും? നേരിട്ട് ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് നമുക്ക് ഈ റിപ്പോർട്ടിന്റെ പശ്ചാത്തലം ഒന്ന് വിവരിക്കേണ്ടതുണ്ട്. ഈ റിപ്പോർട്ട് വരുന്നത് 2009 വിദ്യാഭ്യാസ അവകാശ നിയമത്തിന്റെ കേരളത്തിലുള്ള ഇംപ്ലിമെന്റേഷനുമായി ബന്ധപ്പെട്ടും അതിന്റെ പരിഗണനാ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കമ്മീഷനാണ് ഖാദർ കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഫസ്റ്റ് ഫേസ് എന്നുള്ള നിലയ്ക്ക് ആദ്യ ഘട്ടത്തിലുള്ള റിപ്പോർട്ടിന്റെ സമർപ്പണമാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത്. ഇനി ഇതിന്റെ 2 ഘട്ടങ്ങൾ കൂടി വരാനുണ്ട്. അപ്പൊ 2010 വിദ്യാഭ്യാസ അവകാശ നിയമം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള കുട്ടികളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ്. ഗവൺമെന്റ് ഖാദർ കമ്മീഷനെ ഏൽപ്പിച്ചത് ഇതിനും കുറച്ചപ്പുറത്തേക്ക്, അതായത് -1 മുതൽ +2 മൊത്തം വിദ്യാഭ്യാസത്തിന്റെ എല്ലാ ഘട്ടങ്ങളും കവർ ചെയ്യുന്ന ഒരു സമഗ്ര പഠനം നടത്തണം എന്ന രീതിയിലാണ് ഏൽപ്പിച്ചത്. എങ്കിലും ഫോക്കസ് എപ്പോഴും 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള കുട്ടികളിലാണ്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ഒന്നാമത്തെ ഫേസിലുള്ള റിപ്പോർട്ട് സമർപ്പണം കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ടത് ഇപ്പൊ ചർച്ചയിൽ എല്ലായിടത്തുമുള്ളത് ഹയർ സെക്കൻഡറിയും ഹൈസ്കൂളും തമ്മിലുള്ള ലയനമാണ്. അല്ലാതെ 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള കുട്ടിയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളല്ല ചർച്ചാ വിഷയമാവുന്നത്. ആ റിപ്പോർട്ട് പരിശോധിച്ചാലും മനസ്സിലാവും. റിപ്പോർട്ടിൽ ഇത് മാത്രമാണുള്ളത് എന്ന് ഞാൻ അങ്ങനെ എടുത്തു പറയുന്നില്ല. അതോടൊപ്പം അധ്യാപക പരിശീലനം, വാല്യൂ എഡ്യൂക്കേഷൻ അഥവാ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം, ഡിഫറൻറ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന്റെ പ്രശ്നങ്ങൾ, ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള പ്രൊഫഷൻസിയിൽ കുട്ടികൾ വളർത്തൽ, അതേപോലെ എഡ്യൂക്കേഷൻ ടെക്നോളജി, അധ്യാപനം ഒരു പ്രൊഫഷനാക്കി മാറ്റൽ, അങ്ങനെയുള്ള മേഖലകളൊക്കെ വരുന്നുണ്ട്. പക്ഷെ അതിലൊന്നും ഒരു ഇന്നോവേഷനും കാണാനില്ല എന്നതാണ് യാഥാർത്ഥ്യം. കേരളത്തിൽ എഡ്യൂക്കേഷൻ ടെക്നോളജിയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ക്ലാസ് റൂമുകളൊക്കെ സ്മാർട്ട് റൂം ആക്കിയിട്ടുണ്ട്, നല്ല രീതിയിലുള്ള ലാബുകളുണ്ട്. അപ്പൊ അതൊരു തുടർ പ്രക്രിയയുടെ ഭാഗം തന്നെ പറയാനാവും. അല്ലാതെ അതിൽ പുതുമയൊന്നുമില്ല. പുതുമയുള്ളത് അല്ലെങ്കിൽ സമൂലമായ ഒരു ഉടച്ചുവാർക്കൽ യഥാർത്ഥത്തിലുള്ളത് ഈ ഒരു ലയനത്തിന്റെ കാര്യത്തിലാണ്. ഹയർ സെക്കൻഡറിയെ മൊത്തത്തിൽ പിടിച്ചു കുലുക്കുന്ന അതിന്റെ ഘടനാപരമായും കുട്ടികളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുന്നതൊക്കെ സമൂലമായ ഒരു മാറ്റം എന്ന രീതിയിൽ വിവക്ഷിക്കുമ്പോൾ ഈ ലയനമാണ് ഈ റിപ്പോർട്ടിൽ ഏറ്റവും സുപ്രധാന ഘടകം എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ അല്ല, സാറ് തന്നെ സൂചിപ്പിച്ചു, ഇപ്പോൾ ആദ്യഘട്ടത്തിൽ ഒരു റിപ്പോർട്ടാണ് സമർപ്പിച്ചിട്ടുള്ളത്, ഇനി ബാക്കിയുള്ള 2 ഇനി വരാനിരിക്കുന്നു എന്ന്. അപ്പോൾ ഇതിനെ എതിർക്കുന്നവർ മനസ്സിലാക്കുന്ന അനുസരിച്ചാണെങ്കിൽ ഇടതുപക്ഷ അനുഭാവമുള്ള സംഘടനകൾ മാത്രമേ ഇതിന് അനുകൂലമായിട്ട് നിൽക്കുന്നുള്ളൂ, മറുപക്ഷത്ത് മറു സംഘടനകളൊക്കെ നിൽക്കുകയാണ്. രാഷ്ട്രീയം മാറ്റി നിർത്താം. ഏത് രീതിയിലാണ് അത് കുട്ടികൾക്ക്, നേരത്തെ ചോദിച്ച ചോദ്യം തന്നെ ഒന്ന് ആവർത്തിക്കുകയാണ്, കുട്ടികൾക്കിത് ഗുണകരമാകുന്നത് അല്ലെങ്കിൽ അവർക്ക് ദോഷകരമാകുന്നത്? ഞാൻ അതിലേക്ക് തന്നെയാണ് പറഞ്ഞു വരുന്നത്. അതായത് 6 വയസ്സുകാരനെയും 14 വയസ്സുകാരനെയും ഫോക്കസ് ചെയ്യേണ്ട റിപ്പോർട്ട് 17കാരനിലേക്കും 18കാരനിലേക്കും എങ്ങനെ കയറി എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോ നമ്മൾ സമൂലമായ മാറ്റം ഹയർ സെക്കൻഡറി തലത്തിൽ സംഭവിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. എപ്പോഴാണ് നമുക്ക് മാറ്റം ആവശ്യമായി വരുന്നത്? ഏതെങ്കിലും ഒരു സിസ്റ്റം മികവ് പുലർത്തുന്നില്ല എങ്കിൽ നമുക്ക് സമൂലമായ മാറ്റം വേണമെന്ന് പറയാം.
എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല സംഭവിക്കുന്നത്. 1ാം ക്ലാസ്സിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ റിപ്പോർട്ടിൽ തന്നെ പ്രതിപാദിച്ചിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. 1ാം ക്ലാസ്സിൽ ചേരാൻ അർഹരായിട്ടുള്ള കേരളത്തിലെ മൊത്തം പോപ്പുലേഷനിലെ കുട്ടികൾ അതിൽ ആകെ 54% മാത്രമേ 1ാം ക്ലാസ്സിലേക്ക് ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളിലേക്ക് കയറുന്നുള്ളൂ. ബാക്കി 46%, ഏകദേശം പകുതി തന്നെയും മറ്റ് CBSE സ്കൂളുകളിലേക്കാണ് പോകുന്നത്. എന്നാൽ +2 തലത്തിലെത്തുമ്പോൾ നമ്മൾ നോക്കൂ, ഏതൊരു CBSE-കാരനോട് ചോദിച്ചാലും എന്താണ് അടുത്ത ഫ്യൂച്ചർ പ്ലാൻ എന്ന് ചോദിച്ചാൽ കുട്ടിയുടെ മറുപടി അത് ഏതെങ്കിലും ഒരു +2 സ്കൂളിൽ ഗവൺമെന്റോ അല്ലെങ്കിൽ എയ്ഡോ +2 സ്കൂളിൽ പഠിക്കണം എന്നാണ്. അതിന്റെ പെർസെന്റേജ് 100% തന്നെയാണ്. ഇനി അപൂർവമായി എൻട്രൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള സ്കൂളുകളിലേക്ക് അങ്ങനെ പോകുന്ന കുട്ടികളുണ്ടെങ്കിലും അത് 1% വരൂ. അത്രയും വരുമോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. അപ്പോ നമുക്ക് ക്വാളിറ്റിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ എപ്പോഴും ഡിമാൻഡാണ് ക്വാളിറ്റി, അല്ലെങ്കിൽ ഡിമാൻഡും ഈ ക്വാളിറ്റിയും തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട്. ക്വാളിറ്റി കൂടുതലാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഡിമാൻഡ് കൂടും. ഡിമാൻഡ് 100%. അപ്പൊ ഇവിടെയാണ് ഒരു സമൂലമായ ഉടച്ചുവാർക്കലിന് ഖാദർ കമ്മീഷൻ തുനിയുന്നത് എന്ന വിരോധാഭാസം ഇതിന്റെ തുടക്കത്തിൽ തന്നെയുണ്ട്. ഇനി ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം, ഗുണമുണ്ടോ എന്നത് നമ്മൾ 3 പെർസ്പെക്റ്റീവിൽ നമ്മൾ കാണണം. ഒന്ന്, നമ്മൾ സ്റ്റുഡൻസിന്റെയും പൊതുസമൂഹത്തിന്റെയും ഭാഗത്തുനിന്ന് കാണണം. ഹൈസ്കൂൾ LP UP അധ്യാപകരുടെ തലത്തിൽ നിന്ന് കാണണം. അതോടൊപ്പം ഹയർ സെക്കൻഡറി അധ്യാപകരുടെ ഭാഗത്തുനിന്നും കാണണം. അത് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാനാവും, ഈ കുട്ടികളുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുന്ന സമയത്ത് 14 വയസ്സുകാരനെയും 18 വയസ്സുകാരനെയും ഒരു കുടക്കീഴിലാക്കുന്ന ഒരു പ്രതിഭാസമാണല്ലോ ഇപ്പൊ സജസ്റ്റ് ചെയ്തിട്ടുള്ളത് റിപ്പോർട്ടിൽ. 14 വയസ്സുകാരന്റെ ഭാഗത്തുനിന്ന് അയാളുടെ ആ 14 വയസ്സുകാരന്റെ മാനസിക വ്യാപാരങ്ങൾ നമുക്കറിയാം. ഒന്ന് ആലോചിച്ച് നോക്കൂ, ബാല്യത്തിന്റെ ചേഷ്ടകൾ വിട്ടുമാറാത്ത 14 വയസ്സുകാരനും എന്നാലും മുതിർന്ന ഒരു പൗരനാവാൻ, അല്ലെങ്കിൽ മുതിർന്ന പുരുഷനോ മുതിർന്ന സ്ത്രീയോ ആവാൻ കഠിനമായ അല്ലെങ്കിൽ വലിയ തോതിലുള്ള താല്പര്യം പ്രകടിപ്പിക്കുന്ന 18 വയസ്സുകാരൻ മറുഭാഗത്തും. അപ്പൊ അങ്ങനെയുള്ള 2 കൂട്ടരെയാണ് കൂട്ടിക്കെട്ടി കീഴിലാക്കുന്നത്. അപ്പൊ അവിടെ തന്നെ ഈ റിപ്പോർട്ട് മുഴുവൻ കുട്ടിന്റെ മുകളിൽ തീരെ ഇടുന്ന പോലെ റിപ്പോർട്ട് മുഴുവനുണ്ട് ഈ കൗമാരക്കാരുടെ മാനസിക വ്യാപാരങ്ങളും മനഃശാസ്ത്ര സിദ്ധാന്തങ്ങളൊക്കെ നിറയെ വാരി വിതറിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ തിയറിയിൽ മാത്രം. പ്രായോഗികതലത്തിൽ എത്തുമ്പോൾ നേരെ വിപരീതമാണ് സംഭവിക്കുന്നത്. അപ്പൊ എന്താ സംഭവിക്കുക, ഈ 18 വയസ്സുകാരൻ 14 വയസ്സുകാരനെയും കൂട്ടിക്കെട്ടാൻ ശ്രമിക്കുന്ന സമയത്ത് 18 വയസ്സുകാരൻ അവന്റെ വ്യക്തിത്വത്തെ തിരിച്ചറിയുന്നില്ലെന്നും അവന് മുതിർന്ന അല്ലെങ്കിൽ പക്വതയിലേക്ക് എത്തുന്നുണ്ട് അവന്റെ ഐഡന്റിറ്റിയെ തിരിച്ചറിയുന്നില്ലെന്നും തോന്നലുളവാകുകയും അവൻ ഈ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിട്ട് അല്ലെങ്കിൽ ഗവൺമെന്റ് സ്കൂളുകൾ വിട്ട് CBSE-ലേക്ക് തിരിച്ചു പോവുകയും ചെയ്യുന്ന ഒരു ദൗർഭാഗ്യകരമായ അവസ്ഥാവിശേഷം ഉണ്ടാവും എന്ന് ഇതിനെക്കുറിച്ച് പറയാൻ സാധിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ സാർ, ഈ ജൂണിൽ ഈ ഒരു മാറ്റം, അതായത് ഇപ്പോൾ 2 റിപ്പോർട്ടുകൾ കൂടി ഇനി കൊടുക്കാനുണ്ട്. പക്ഷേ ജൂണിലടക്കം, ഈ ജൂണിൽ അല്ലെങ്കിൽ അടുത്ത ജൂണിൽ ഈ ഒരു മാറ്റം വരാനുള്ള ഒരു സാധ്യത എത്രത്തോളമാണ്? അതോടൊപ്പം തന്നെ 2 കാര്യങ്ങൾ കൂടി. ഒന്ന്, സെറ്റ് അടക്കമുള്ളവ അപ്രസക്തമാകുമെന്നുള്ളൊരു ആക്ഷേപം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ പഠന നിലവാരം താഴും. ഇപ്പോൾ സാർ സൂചിപ്പിച്ചതുപോലെ ഗുണനിലവാരം ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മുടെ നാട്ടിലെ +2 ഡിമാൻഡ് ഉള്ളത്. അപ്പോൾ അത് താഴേക്ക് പോകുമെന്നുള്ളൊരു ആശങ്ക താങ്കളടക്കമുള്ള അധ്യാപകർ പങ്കുവെക്കുന്നുണ്ടോ? മറ്റൊന്ന്, അധ്യാപകർ, അതായത് അധ്യാപകരെ അടക്കം കൈവെക്കുന്ന രീതിയിലേക്ക് അത്തരത്തിലുള്ള ഒരു മാറ്റം നമ്മുടെ കൗമാരക്കാരിൽ കണ്ടുവരുന്നു എന്നുള്ള ചില റിപ്പോർട്ടുകളൊക്കെ വരുന്നു. അതേക്കുറിച്ച് കൂടി 2-3 ചോദ്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. അതിൽ ഓരോന്നോരോന്നായിട്ട് നമുക്ക് പറഞ്ഞു. സെറ്റുമായി ബന്ധപ്പെട്ട്, അതായത് നമ്മുടെ നാട്ടിൽ പൊതുവായി കണ്ടുവരാറുള്ളത് PG ഉള്ള അനേകം വ്യക്തികൾ, ഒരുപാട് യൂണിവേഴ്സിറ്റികളുണ്ട്. ആ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി എടുത്ത ഒരുപാട് ആളുകളുമുണ്ട്. അപ്പോ അവരുടെ ഇടയിൽ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു സ്ക്രീനിങ്ങിന്റെ ഭാഗമായിട്ടാണ് സെറ്റ് എന്ന സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് വന്നത്. അപ്പൊ സെറ്റ് കടന്നു വരുന്ന ഒരു വ്യക്തി സാധാരണ രീതിയിൽ അക്കാഡമിക്കലി നല്ല നിലവാരം പുലർത്തുന്ന ഒരാളാണെന്നും അതുവഴി അധ്യാപനത്തിന്റെ ക്വാളിറ്റി ഉയരുമെന്നും കുട്ടികൾക്ക് അതിന്റെ ഗുണഫലങ്ങൾ ലഭിക്കുമെന്ന കാര്യം ഉറപ്പാണ്. അത് കഴിഞ്ഞ കാലങ്ങളിൽ തന്നെ തെളിയിച്ചിട്ടുള്ളതാണ്. സെറ്റിന് ശേഷം വന്ന നല്ലൊരു ടീം ഓഫ് ടീച്ചേഴ്സ് അവരുടെ കഴിവ്, അവരുടെ പ്രകടനത്തെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ആ സെറ്റിനെ അപ്രസക്തമാക്കുന്ന ഒരു നിലപാടാണ് ഈ ഖാദർ കമ്മീഷൻ റിപ്പോർട്ട് സ്വീകരിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാനാവും. അതായത് ഹൈസ്കൂൾ തലത്തിലേക്ക് അധ്യാപകനായി ബിരുദാനന്തര ബിരുദവും B.Ed എടുത്ത് കയറി വരുന്ന ഒരാൾക്ക്
യാതൊരു മുന്നിൽ ഹേർഡിലും ഇല്ലാതെ ഹയർ സെക്കൻഡറി അധ്യാപകനായി തീരാവുന്ന അവസ്ഥാവിശേഷം ഇപ്പോ ഈ ഖാദർ കമ്മീഷൻ റിപ്പോർട്ട് മുന്നോട്ട് വെക്കുന്നുണ്ട്. കുറച്ച് മുൻപ് ഇതുണ്ടായിരുന്നു, 10 കൊല്ലം സർവീസ് ഉള്ള ഒരാൾക്ക് വരാം, ഹയർ സെക്കൻഡറിയിലേക്ക് അധ്യാപകനായി വരാം എന്നുള്ളൊരു അവസ്ഥാവിശേഷം ഉണ്ടായിരുന്നു. അതിനെ കുറച്ചുകൂടി ഒന്ന് ശക്തിപ്പെടുത്തുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇത് എന്തിനാണ് വഴിയൊരുക്കുക? യഥാർത്ഥത്തിൽ അധ്യാപന ക്വാളിറ്റി കുറയുന്നതിനൊപ്പം തന്നെ ഒരുപാട് ഹൈസ്കൂളിലെ ഒരു പോസ്റ്റിലേക്ക് ഒരുപാട് കാൻഡിഡേറ്റ്സ് വരികയും 50% കൂടുതലുള്ള എയ്ഡഡ് സ്കൂളുകളിലൊക്കെ ഈ പോസ്റ്റിനുള്ള ഡിമാൻഡ് കൂടുകയും മാനേജർക്ക് നിയമനക്കോഴ കൂടുതൽ വാങ്ങാനുള്ള സാഹചര്യം ഉണ്ടാക്കുകയുമാണ് ചെയ്യുക. ഒരിക്കലും LDF പോലുള്ള ഒരു ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കാത്തത് ആണിത്. ഈ ഖാദർ കമ്മീഷൻ റിപ്പോർട്ട് അതേപോലെ നടപ്പാക്കുന്നുള്ള വിശ്വാസമില്ലെങ്കിലും ഇത് നടപ്പാക്കിയാൽ ഉണ്ടായേക്കാവുന്ന തിക്താനുഭവമാണ്. LDFന്റെ ഭാഗത്തുനിന്ന് നമ്മൾ ഒരിക്കലും ഇത് പ്രതീക്ഷിക്കുന്നില്ല. കാരണം അവർ നിയമനക്കോഴക്കെതിരാണ്. യഥാർത്ഥത്തിൽ മാനേജേഴ്സിന്റെ നിയമന അവകാശങ്ങളിൽ ഗവൺമെന്റിന് കൈവെക്കാൻ സാധിക്കില്ല. കോടതി വിധികൾ അതിന് എതിരായിട്ട് ഏറെയുണ്ട്. പിന്നെ വളരെ സുഗമമായി സാമൂഹ്യ നീതി നടപ്പാക്കാൻ, തുല്യത ഉറപ്പുവരുത്താൻ ഗവൺമെന്റിന് ചെയ്യാനാവുന്നത് ഇത്തരം പരീക്ഷകൾ, സെറ്റ് പോലുള്ള ക്വാളിഫയിങ് ടെസ്റ്റുകൾ നടത്തുക എന്നുള്ളതാണ്. അപ്പൊ അവിടെ ഇത് നമ്മൾ കോളേജ് തലത്തിൽ കാണുന്നുണ്ട്. കോളേജിലെ നിയമനങ്ങളിൽ നിയമനക്കോഴയുടെ തോത് വളരെ വളരെ കുറഞ്ഞിരിക്കുന്നു. കാരണം അവിടെ നോംസ് വളരെ കർശനമാണ്, നെറ്റ് പോലുള്ള ക്വാളിഫയിങ് എക്സാംസ് ഉള്ളത് കൊണ്ട്. അപ്പൊ അതേ രീതി വന്നു കഴിഞ്ഞാൽ മെറിറ്റുള്ള ആളുകൾ തന്നെ ഹയർ സെക്കൻഡറി അധ്യാപകരാകും എന്നുള്ളൊരവസ്ഥ നിലവിലുണ്ട്. അത് തുടരാൻ ദയവ് ചെയ്ത് ഗവൺമെന്റ് അനുവദിക്കണമെന്നേ പറയാനുള്ളൂ. എന്തായാലും ഈ ഹൈസ്കൂളിൽ നിന്ന് ഒരാൾ വരികയാണെങ്കിൽ പോലും നിർബന്ധമായും ഇതേപോലുള്ളൊരു സ്ക്രീനിങ് ടെസ്റ്റ് നടപ്പാക്കണം എന്ന് ആണ് പൊതുവായി അധ്യാപകരുടെ ഭാഗത്തുനിന്നുള്ള ഒരു ആവശ്യം. അതോടൊപ്പം തന്നെ ഞാൻ ചോദിച്ചത് ഈ പഠന നിലവാരവുമായിട്ട് ബന്ധപ്പെട്ടാണ്. മറ്റൊന്ന് ഈ പഠന രീതി. ഇപ്പോൾ വിദ്യാർത്ഥികളുടെ മനസ്സ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഏത് രീതിയിലാണ് അക്കാര്യങ്ങളെ കാണുന്നത്? നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ക്രൂഷ്യലായ 2 വർഷങ്ങളാണ് 17-18 വയസ്സെന്ന് പറയുന്നത്. കുട്ടിയുടെ ജീവിതം എന്തായിരിക്കണം, ഏതായിരിക്കണം കുട്ടിയുടെ കരിയർ എന്നൊക്കെ നിർണ്ണയിക്കുന്ന സുപ്രധാനമായ 2 വർഷങ്ങളാണ്. ഈ 2 വർഷത്തിൽ കുട്ടികൾ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള വിഷയങ്ങളിലേക്ക് ആഴത്തിൽ ഇറങ്ങി ചെല്ലുകയും അവരുടെ ക്യാരക്ടറിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് നടത്തുകയും ചെയ്യുന്ന 2 ക്രൂഷ്യൽ ആയിട്ടുള്ള വർഷങ്ങളാണ്. ഈ വർഷങ്ങൾ എത്ര ലാഘവത്തോടു കൂടിയാണ് കമ്മീഷൻ കാണുന്നതെന്ന് നമ്മൾ നോക്കുക. ഇവിടെ പിന്നെ ഏത് മേഖലയിലും, ഏത് ഫീൽഡ് ഓഫ് ഹ്യൂമൻ ആക്ടിവിറ്റി എടുക്കുകയാണെങ്കിലും, ഏത് ബ്രാഞ്ച് ഓഫ് നോളജ് എടുക്കുകയാണെങ്കിലും വളർച്ചയുടെ ഭാഗമായിട്ട് നമ്മളവിടെ കാണുന്നത് സ്പെഷ്യലൈസേഷൻ ആണ്. സ്വാഭാവികമായിട്ടുണ്ടാവേണ്ട ഒരു മാറ്റമാണത് സ്പെഷ്യലൈസേഷൻ. ഇപ്പൊ നമ്മൾ കേരളത്തിലെ ഹയർ സെക്കൻഡറി തലത്തിൽ പ്രത്യേകമായി തന്നെ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്, മികച്ച രീതിയിൽ പോകുന്നുണ്ട്. ഇപ്പൊ നമ്മൾ പുറകോട്ടുള്ള നടപ്പാണ് ഇപ്പൊ നടക്കുന്നത്. 18-ാം നൂറ്റാണ്ടിൽ ഹെൻറി ഫോർഡ് കണ്ടെത്തിയ മാനേജ്മെന്റ് സിദ്ധാന്തങ്ങളാണ് ഡിവിഷൻ ഓഫ് ലേബറും അല്ലെങ്കിൽ സ്പെഷ്യലൈസേഷനും ഡീസെൻട്രലൈസേഷനും ഒക്കെ. 18-ാം നൂറ്റാണ്ടിൽ നടത്തിയ കണ്ടെത്തലുകൾ മനുഷ്യരാശിയുടെ പ്രവർത്തനങ്ങൾ വളരെയേറെ സ്വാധീനിച്ചിട്ടുണ്ട്. വളർച്ചയ്ക്ക് ഒരുപാട് വളക്കൂറ് അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഊർജ്ജം നൽകാൻ ഈ സിദ്ധാന്തങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ 21-ാം നൂറ്റാണ്ടിൽ ഈ 18-ാം നൂറ്റാണ്ടിലെ കണ്ടെത്തലുകൾക്ക് നേരെ കൊഞ്ഞനം കുത്തുകയാണ് യഥാർത്ഥത്തിൽ ഖാദർ കമ്മീഷൻ പറയേണ്ടി വരും. അതാണ് നിലപാട്. അതോടൊപ്പം തന്നെ ഈ പഠന രീതിയെക്കുറിച്ചുള്ള, അതായത് വിദ്യാർത്ഥികളുടെ പെരുമാറ്റം അടക്കമുള്ളവ ഒന്നുകൂടി വിശദമായിട്ട് ഖാദർ കമ്മീഷൻ പരിഗണിക്കേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഈ എഡ്യൂക്കേഷൻ പ്രോസസ്സിൽ നിർണായക സ്ഥാനം ഇവാലുവേഷൻ ഉണ്ട്. യഥാർത്ഥത്തിൽ 50% സ്ഥാനം ഇവാലുവേഷൻ ഉണ്ടെന്ന് പറയാം. എത്ര മോശമായ രീതിയിലാണ് കണ്ടിന്യൂസ് ഇവാലുവേഷൻ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സിഇയുടെ മാർക്ക് വെറുതെ വാരിക്കോരി കൊടുക്കുന്ന ഒരു സംവിധാനമാണ് നിലവിലുള്ളത്. ഇൻവിജിലേഷൻ എന്ന് പറയുന്നത് ഒരു കമ്മീഷനും ഇന്നേ വരെ, ഇൻവിജിലേഷൻ എന്ന് പറയുന്നത് എക്സാമിനേഷൻ ഹാളിൽ അധ്യാപകൻ നിൽക്കുന്നത് കുട്ടികൾ പ്രോപ്പറായിട്ടാണോ പരീക്ഷ എഴുതുന്നതെന്ന് വാച്ച് ചെയ്യുന്നത്, അതുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനമാണ്. അപ്പം അത് നല്ല രീതിയിലാണോ നടത്തുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് ഇന്നേ വരെ ഒരു കമ്മീഷനും ഒരു പ്രസ്താവനയും ഇറക്കിയിട്ടില്ല, അല്ലെങ്കിൽ ഒരു കണ്ടെത്തലും നടത്തിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ സിമ്പിളായ ഒരു ടെക്നിക്ക് കൊണ്ട് അത് മറികടക്കാമെന്നാണ് ഒരു ലളിതമായ ഉപായം എനിക്ക് തോന്നുന്നത്. അതായത് കേരളത്തിൽ ഏകദേശം 7 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് +2-ലുമായിട്ട് പരീക്ഷ എഴുതുന്നത്. ഈ ക്ലാസ്സുകളിൽ ഏകദേശം 30 കുട്ടികളാണ് ഒരു ക്ലാസ്സിൽ ഉണ്ടാവുക. അപ്പോ ഒരു ക്ലാസ്സിലൊരു ക്യാമറ വെക്കുകയാണെങ്കിൽ, ഹൈ ഡെഫിനിഷൻ ക്യാമറ വെക്കുകയാണെങ്കിൽ ഏകദേശം നമുക്ക് 30,000 ക്യാമറയുടെ മാക്സിമം, ഞാൻ അതായത് സ്റ്റാൻഡ് ബൈ ക്യാമറ കൂടി വേണമെന്നുള്ള നിലയ്ക്കാണ് കാണുന്നത്, 30,000 ക്യാമറകൾ വെക്കേണ്ടി വരും. ഏകദേശം ഒരു ക്യാമറയുടെ കോസ്റ്റ് 2,000 രൂപയാണ്. അത് അഥവാ കേട് വരുമ്പോൾ മാറ്റി വെക്കാനുള്ള ക്യാമറ അടക്കം കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു കണക്കാക്കലാണ്, ഒരു വിലയിടലാണ്.
ആണ്. അതായത് 30,000 × 2,000 6 കോടി. നമ്മുടെ ഗവൺമെന്റ് കഴിഞ്ഞ വർഷം ബജറ്റിൽ വകയിരുത്തിയത് 15,000 കോടിക്ക് അപ്പുറത്താണ് സ്കൂൾ വിദ്യാഭ്യാസത്തിന് വകയിരുത്തിയ തുക. അതിൽ 6 കോടി എന്ന് പറയുന്നത് എത്ര നാമമാത്രമാണ്. ഇത് വെച്ച് കഴിഞ്ഞാൽ അധ്യാപകന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പേപ്പർ കൊടുക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കലും ആൻസർ ഷീറ്റ് തിരിച്ചു വാങ്ങലും മാത്രമേ ഉണ്ടാവുള്ളൂ. ക്യാമറ കണ്ടു കഴിഞ്ഞാൽ കുട്ടിക്ക് സാധാരണഗതിയിൽ കുട്ടി ഒരു മാൽ പ്രാക്ടീസിന് മുതിരില്ല. അധ്യാപകനും സേഫാണ്. കുട്ടിയുടെ ഭാഗത്തു നിന്നും നല്ല ബിഹേവിയർ നമുക്ക് അതിൽ ഉറപ്പുവരുത്താൻ പറ്റും. കൃത്യമായിട്ട് വിഷ്വൽ അവിടെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനാവും. ഏത് സമയത്തും അതിന്റെ എക്സാമിനേഷൻ വിങ്ങുകളിലാർക്ക് കേരളത്തിലെ ക്ലാസ് റൂമും ഒബ്സർവ് ചെയ്യാനും അവിടെ എന്തെങ്കിലും മാൽ പ്രാക്ടീസ് ഉണ്ട് അധ്യാപകൻ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എങ്കിൽ പോലും ഇടപെടാനും സാധിക്കും. അധ്യാപകനും സേഫ് സോണിലാണ്. കാരണം എക്സാമിനേഷന് ശേഷം ഈവൻ ഡെപ്യൂട്ടി ചീഫിനെയോ അല്ലെങ്കിൽ ചീഫിനെയോ പോലും ആ സ്കൂളിലെ പ്രിൻസിപ്പാളെ പോലും അറിയിക്കേണ്ടതില്ല. ഓൺലൈനായിട്ട് ഏത് നമ്പറുകാരനാണ് ഏത് രജിസ്റ്റർ നമ്പറുകാരനാണ് അറിയിച്ചാൽ മതി. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യേണ്ട കമ്മീഷനാണ്. കാരണം ഈ ഇവാലുവേഷൻ വളരെ സിസ്റ്റമാറ്റിക്കും കാര്യക്ഷമവും വിശ്വസനീയവുമാണെങ്കിൽ നമ്മുടെ സർട്ടിഫിക്കറ്റുകൾക്ക് അതിനുള്ള വാല്യൂ ഉണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവാലുവേഷന്റെ മേഖല വളരെ നല്ല രീതിയിൽ പ്രതിപാദിക്കേണ്ടതായിരുന്നു. ഒന്നും തന്നെ അതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല എന്നതാണ്. ഞാൻ പഠിച്ചെടുത്തോളം ഏത് എഡ്യൂക്കേഷൻ പ്രോസസ്സിലും 50% പ്രാധാന്യം ഇവാലുവേഷൻ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും. എന്തായാലും ഒരു കാര്യം കൂടി, അധ്യാപകരുടെ സാലറി അടക്കമുള്ള വിഷയങ്ങളിൽ ഇപ്പം ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ചാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ അനുഭവമുള്ള സംഘടനകളോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഖാദർ കമ്മീഷന്റെ ഒരു റിപ്പോർട്ട് മാത്രമേ നൽകിയിട്ടുള്ളൂ. അപ്പോൾ സാലറി അടക്കമുള്ളവ ഇനി വരും റിപ്പോർട്ടുകൾ ഉണ്ടാകുമെന്നുള്ളൊരു സൂചന അവർ അന്ന് നൽകിയിരുന്നു. അപ്പോൾ ഈ സാലറി അടക്കമുള്ള വിഷയങ്ങളിൽ കുറവുണ്ടാകും അല്ലെങ്കിൽ അത് ദോഷകരമായിട്ട് അധ്യാപകരെ ബാധിക്കും എന്നുള്ള ഒരു വിലയിരുത്തൽ വരുന്നുണ്ട്. അതിന്റെ യാഥാർത്ഥ്യം എന്താണ്? യഥാർത്ഥത്തിൽ ഖാദർ കമ്മീഷന്റെ 1ാം ഘട്ട റിപ്പോർട്ടിൽ തന്നെ സാലറിയെ പറ്റിയുള്ള മെൻഷൻ ഉണ്ട്. അതായത് അധ്യാപകന്റെ സാലറി, ഹയർ സെക്കൻഡറി അധ്യാപകന്റെ സാലറി 32,000 രൂപയിൽ തുടങ്ങുന്നത് എന്നാണ്. ആ സ്കെയിലിന്റെ തുടക്കം 32,000 രൂപയാണെന്ന് അതിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതാണ് ഖാദർ കമ്മീഷൻ മുന്നോട്ട് വെക്കുന്നത്. ഇപ്പോൾ ഉള്ളത് 39,500 രൂപയാണ്. അതിന്ന് ഏകദേശം 7,000 രൂപയ്ക്ക് അടുത്ത് ഉള്ള കുറവാണ് അവർ കാണിക്കുന്നത്. ഇവിടെ ഉള്ള ഒരു കാര്യം, ജൂനിയർ സീനിയർ സെഗ്രിഗേഷൻ ഇല്ല, രണ്ടും കൂടി ചേർത്ത് ഒരു സാധനം ഫിക്സ് ചെയ്താണ് 32,000 രൂപ എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഒരു ഹയർ സെക്കൻഡറി അധ്യാപക ആവാൻ വേണ്ട PG + BEd + സെറ്റ് ആണ്. ഏകദേശം SSLCക്ക് ശേഷം ഡിഗ്രി തരം വരെ 5 വർഷവും PGക്ക് 2 കൊല്ലവും BEഡിന് 2 കൊല്ലവും സെറ്റുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് ഏകദേശം 1 കൊല്ലമൊക്കെ എടുക്കും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഏകദേശം 25 വയസ്സ് വരെയുള്ള പഠനകാലത്തിന് ശേഷമാണ് ഈ ഹയർ സെക്കൻഡറി അധ്യാപകനാവുന്നത്. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് നോക്കാം. അതായത് കേരള ഗവൺമെന്റിന്റെ തന്നെ മറ്റേതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റ്, ഏതെങ്കിലും ഒരു വകുപ്പിലുള്ള ജോലിയിൽ ഇതേ ക്വാളിഫിക്കേഷൻ ആവശ്യമുള്ള ജോലിയിൽ അല്ലെങ്കിൽ ഇതിനോട് ആനുപാതികമായ ക്വാളിഫിക്കേഷൻ ആവശ്യമുള്ള ഒരു ജോലിയിൽ ലഭിക്കുന്ന ശമ്പളത്തിൽ എത്രയോ കുറവാണ് ഹയർ സെക്കൻഡറി അധ്യാപകന് കിട്ടുന്നത് എന്നത് ഒരു താരതമ്യ പഠനം നടത്തി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. കേരള ഗവൺമെന്റിൽ ഒരു UD ക്ലർക്കിന് കിട്ടുന്നത് 25,000 രൂപയ്ക്ക് അപ്പുറത്താണ്. UD ക്ലർക്കിന് വേണ്ട യോഗ്യത +2 മാത്രമാണെന്നിരിക്കെ ഹയർ സെക്കൻഡറി അധ്യാപകൻ PGയും BEഡും സെറ്റും കഴിഞ്ഞ് നിൽക്കുന്ന ഹയർ സെക്കൻഡറി അധ്യാപകന് 32,000 രൂപയിലേക്ക് ഇത് കുറയ്ക്കുവാൻ എങ്ങനെ തുല്യതയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന സാമൂഹ്യ രീതിക്ക് ജനാധിപത്യ രീതികൾക്കും പ്രാധാന്യം കൊടുക്കുന്ന LDF സർക്കാരിന് സാധിക്കും എന്നത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. ഞങ്ങൾ ഒരിക്കലും LDF സർക്കാരിനെതിരല്ല. ഞങ്ങൾ മിക്കവാറും സമൂഹത്തിന്റെ ഒരു പരിച്ഛേദം തന്നെയാണല്ലോ ഹയർ സെക്കൻഡറിയിലുള്ളത്. മിക്കവാറും അധ്യാപകർ LDFന്റെ ഭാഗമാണ്, കൂടെ തന്നെയാണ്. പക്ഷെ ഇത്തരം നിലപാടുകൾ പലപ്പോഴും നമുക്ക് സംശയങ്ങൾ ഉണ്ടാവുകയും വിമർശനങ്ങൾ നടത്തുകയും ചെയ്യും. പക്ഷെ ഇതൊരു ഗവൺമെന്റിനെതിരെയുള്ള ഒരു സമര പരിപാടിയൊന്നും അല്ല. ഒരുപാട് നന്ദിയുണ്ട്. വളരെ വിശദമായിട്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞു. MVHS അരിയല്ലൂർ സ്കൂളിലെ കൊമേഴ്സ് സീനിയർ അധ്യാപകനാണ് സംസാരിച്ചത്. നന്ദി സർ, ജെസ്സി ടോക്സിൽ അതിഥിയായി എത്തിയതിന്. അദ്ദേഹം പങ്കുവച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശങ്ക +2വിന്റെ നിലവിലെ ഗുണനിലവാരം സംബന്ധിച്ച് തന്നെയാണ്. ലയനം നടക്കുമ്പോൾ അത്തരത്തിലുള്ള ആ ഒരു ഗുണനിലവാര തകർച്ച ഉണ്ടാകുമോ എന്നുള്ള ആശങ്ക ചില അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കെങ്കിലുമുണ്ട്. അവരുടെ ആശങ്കകൾ പരിഹരിക്കപ്പെടേണ്ടതു തന്നെയാണ്. നിങ്ങൾ അറിയാൻ ആഗ്രഹിച്ച വാർത്തകളും കാണാൻ ആഗ്രഹിക്കുന്ന വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും എത്തും. ജസ്ദ സഞ്ജിത്ത് സൈനിങ് ഓഫ് ഫ്രം ജെസ്സി ടോക്സ്.
കൂടുതൽ വാർത്തകൾക്കായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.